അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് പറയുകയുണ്ടായി, പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മദ്യപാനം മയക്കുമരുന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. പേപ്പർ വായിച്ചതാണ്. നമ്മളിപ്പം പഞ്ചാബിനെ ഓവർടേക്ക് ചെയ്യാൻ പോവുകയാണ്. ഏത് മലയാളിക്കാണ് മദ്യപാനം ചെയ്യുന്നത്? ഏത് മലയാളികളാണ് മദ്യപിച്ച് മരിക്കുന്നത്? അതായത് എല്ലാപ്പോഴും പെഗടിക്കുകയോ ബിയറടിക്കുകയോ ചെയ്യുന്നവരല്ല, മദ്യപിച്ച് ലിവർ സിറോസിസ് വന്ന് മരിക്കുന്നവരുടെ കണക്കെടുത്താൽ, മദ്യപിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ച് കുടുംബം നശിക്കുന്നവരുടെ കണക്കെടുത്താൽ, മദ്യപിച്ച് വീട്ടിൽ വന്ന് ഭാര്യയെ കൊല്ലുന്നവരുടെ കണക്കെടുത്താൽ 83.7% ഈ 50% ഹൈന്ദവ ജനതയിലാണ് ഉണ്ടാകുന്നത്. ഇനി ഈ പുസ്തകത്തിൽ 10 വർഷം പഴയതാണ്. കഴിഞ്ഞ വർഷത്തേക്കാണ് ഞാൻ കഴിഞ്ഞ ഗവൺമെന്റിന്റെ UDF ഗവൺമെന്റിന്റെ യുവജന കമ്മീഷന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. വനിതാ കമ്മീഷൻ നിങ്ങൾ കേട്ടുകയാണ്. അതേപോലെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മീഷനാണ്, കോടതിയിൽ അധികാരത്തോടെ പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് യുവജന കമ്മീഷൻ. ഞങ്ങൾ കണക്കുകൾ നമ്മൾ ഞെട്ടിപ്പോയി. കഴിഞ്ഞ 10 വർഷത്തിൽ ഈ ലോകത്തിൽ ഏറ്റവും അധികം, ഇന്ത്യയിലല്ല ഈ ലോകത്തിൽ ഏറ്റവും അധികം കുടുംബഛിദ്രങ്ങൾ, ഡിവോഴ്സുകൾ, വിവാഹമോചനങ്ങൾ വർദ്ധിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. അമേരിക്കയേക്കാൾ ഇംഗ്ലണ്ടിനേക്കാൾ വർദ്ധിച്ചത് നമ്മുടെ നാട്ടിലാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇത് മലയാളികളാണ് വിശ്വസിക്കില്ല. കൃത്യം കണക്കെടുത്തിട്ടുണ്ട്. 2003 8300 കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത്. 2013 ആയപ്പോൾ അത് 54,000 കേസുകളായി വളർന്നു. 700% വർധന, കൃത്യം പറഞ്ഞാൽ 667% വർധന. ഇത് പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ കൂടുതലുള്ള വർധനയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് കേരളത്തിന്റെ പൊതു പ്രശ്നമാണെന്ന്. അല്ല, ഈ 700% കൂടിയതിൽ 90% നമ്മുടെ ഈ ഹൈന്ദവ സമൂഹത്തിലാണ് നടക്കുന്നത്. എന്താണ് കാരണം? അതാണ് ഏറ്റവും പ്രധാനം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അത് പറയുന്നതിന് മുമ്പ് എന്താണ് അതിന്റെ ഉത്തരം കണ്ടെത്തുന്നതിനും ഒരു കാര്യം കൂടി. നിങ്ങൾക്ക് ഒരുപക്ഷെ കേൾക്കാൻ കഴിയുന്ന, കാണാൻ കഴിയുന്ന ഏറ്റവും പൊളിറ്റിക്കലി ന്യൂട്രലായ എല്ലാ സമുദായങ്ങളിലെയും പരിപാടി പോകുന്ന വ്യക്തിയായിരുന്നു ഞാൻ. തിരുവനന്തപുരത്തെ YMCA യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷന്റെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ തിരുവനന്തപുരത്തെ പത്രക്കാർക്ക് വലിയ കൗതുകമാണ്. അതെങ്ങനെയാണ് ഈ YMCA യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷന്റെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി ഹിന്ദു ഞാൻ പറയാം. നമ്മുടെ നാടിന്റെ ഒരു മതസൗഹാർദ്ദമാണ്, ബഹുസ്വരത്തെ അതാണ്. എല്ലാ വർഷവും ഹജ്ജ് കമ്മിറ്റി ബാപ്പുട്ടി മുസ്ലിയാരെ വിളിച്ച് അവിടെ ഹാജിമാരോട് പ്രസംഗിക്കാൻ പോകാറുണ്ട്. ചെല്ലങ്കിൽ കണ്ടുകാണ്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിക്ക് പോയപ്പോൾ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായി. അതായത് മുസ്ലിം സമുദായത്തിൽ ഒരു ഹിന്ദുവായ അവരുടെ ഭാഷയിൽ കാഫറായ വ്യക്തി ഇത്രയും സ്വീകാരം കിട്ടുന്നതിൽ ചില തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പ്രശ്നമുണ്ടായിട്ട് അവരുടെ പരിപാടികളൊക്കെ ബ്ലോക്ക് ചെയ്യും. വന്ന് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അദ്ദേഹം മാറ്റുകയും ചെയ്യും. എന്നാലും ഒരുപാട് മുസ്ലിം പരിപാടികൾ പോകാറുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പരിപാടിക്ക് പോകാറുണ്ട്. എന്റെ മാധ്യമ പ്രവർത്തനം ഞാൻ തുടങ്ങിയ കാലത്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൈരളിയിലാണ് തുടങ്ങിയത്. എന്റെ വൈഫ് ദീപ ഏറ്റവും കൂടുതൽ കാലമായി കൈരളിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് 8-9 വർഷമായി കൈരളിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ കോൺഗ്രസ് ഗവൺമെന്റിന്റെ യുവജന കമ്മീഷന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. കഴിഞ്ഞ ഇലക്ഷൻ ചടങ്ങും BJPക്ക് വേണ്ടി ഒരുപാട് പരിപാടികളിൽ പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എല്ലാ സമുദായങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പരിപാടിക്കാൻ പോകാറുണ്ട്. ആ പോകുന്നത് തന്നെ എനിക്ക് പല വേദികളുടെയും ഒരു പൾസ് അറിയാം. പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരുടെ, CPI-കാരുടെ, CPI-കാരുടെ നമ്മുടെ 2 വർഷ സുഹൃത്തുക്കളുടെ സഹാക്കളുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും, സാർ പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷെ നമ്മുടെ രീതിയിൽ ഈ ഹിന്ദു എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മതേതര ജാതി മനുഷ്യൻ ഈ വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഞാൻ പറയും, ഓക്കെ, ഞാനപ്പോൾ അവരുടെ വേദി പോയിട്ട് പറയും